ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് മുക്കത്ത് നമ്മൾ ഈ വർഷം നാടകം കളിക്കുന്ന ആ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഈ പ്രദേശം ഒന്ന് കാണാനും വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാനുമാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നാടകാചാര്യൻ അഹമ്മദ് കുട്ടിയാക്കയും അതേപോലെ നാടക സംവിധായകനായ നമ്മുടെ വിച്ചാപ്പു എന്ന് വിളിക്കുന്ന ആബിദും അതേപോലെ നാസറും കൂടെ ഞാനും ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം ഒന്ന് കണ്ടു. നേരത്തെ കണ്ട സ്ഥലം തന്നെയാണ്, നമ്മൾ തീരുമാനിച്ച സ്ഥലം തന്നെയാണ്, ഉസ്മാൻ്റെ സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണൂടി ഇട്ടിട്ടുണ്ട്, അത് പ്രശ്നമല്ല. അപ്പോൾ പറ്റിയ സ്ഥലമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ മനസ്സിലായത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണികൾ തുടങ്ങണം. നോമ്പിന് തന്നെ ചെയ്യുന്ന കുറേ പണികളുണ്ട്. അപ്പോൾ ഏകദേശം ഏപ്രിൽ ലാസ്റ്റിലോ അല്ലെങ്കിൽ മെയ് ഫസ്റ്റിലോ ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ്. നമ്മൾ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്ത് വെച്ചു എന്നല്ലാതെ പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. സൗകര്യങ്ങൾ ഓക്കെയാണ്. അമിറ്റാക്ക, എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വർഷം ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോളൂ. നമ്മളിപ്പോൾ ഇവിടെ ഒരു കൃഷി ചെയ്യണം. വളരെ നാടകത്തിൻ്റെ ഒറിജിനലാവണമെങ്കിൽ കൃഷി വേണമെന്നുള്ളതാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് പൂക്കൾ വെക്കണം, പിന്നെ പച്ചക്കറി ഉണ്ടാക്കണം. നല്ല സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ. പിന്നെ അവിടെ നമ്മൾ സ്റ്റേജ് കെട്ടിയിട്ട് അത്യാവശ്യം നല്ല ഓഡിയൻസിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല ഒരു സ്പേസായിരുന്നു നല്ല തോന്നുന്നുണ്ട്. കാരണം ഒരു ഭാഗത്ത് പുഴ, ഒരു ഭാഗത്ത് റോഡ്, പ്രകൃതിദത്തമായിട്ട് തന്നെയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നല്ല ഒരു മുളങ്കൂട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നാടകത്തിന് പറ്റിയ ഒരു ഇടമാണ് ഇത് എന്ന് ഞങ്ങൾക്ക് താരങ്ങളായിട്ടുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെന്ന് എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ, എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഒരു നല്ല വിജയപ്രദമായ ഒരു പരിപാടിയാക്കിയിട്ട് നമുക്ക് മാറ്റാം. പിന്നെ കൃഷിക്ക് വേണ്ടി കുറേകളൊക്കെ ഈ ആഴ്ച തന്നെ തുടങ്ങും. അതിൻ്റെ വിത്തുകൾ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ അറിയിക്കും. എല്ലാവരും പറഞ്ഞതിനകത്ത് ഓക്കെ 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 അപ്പോൾ ഞങ്ങൾ മുക്കത്തുകാർ തയ്യാറാണ്, നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പം ആബിസായും എന്തൊക്കെയാണ് കാക്ക പറഞ്ഞ തന്നെയാണ്. ബാക്കിയുള്ള നമുക്ക് വളരെ ഉഷാറായിട്ട് തന്നെ മാമ്പറ്റയിൽ നടത്തിയ അതിനേക്കാൾ ഉഷാറായിട്ട് തന്നെ നമുക്ക് നടത്തണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ നാസർ. ഓക്കെ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഈ ഗ്രൂപ്പിൽ നമ്മൾ കുറേ കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഇടപെടലുകളും ചർച്ചകളും എന്തൊക്കെ നാടകത്തിൻ്റെ വെള്ളരി നാടകത്തിന് എങ്ങനെയൊക്കെ വിജയിപ്പിക്കുക എന്നുള്ളതിൻ്റെ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇനി അങ്ങോട്ട് ഓഫാക്കി വെക്കരുത്, മ്യൂട്ടാക്കി വെക്കുന്ന പരിപാടി നടക്കില്ല. എല്ലാവരും സജീവമായിട്ട് എല്ലാവരും സാന്നിധ്യം ഇവിടെ വേണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, സലാമാഷ് നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. ഇപ്പം സലാമാഷേ, ഇപ്പോൾ നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടു. എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ വന്നവർക്കൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കൃഷി ഇറക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം പറയും. ഇപ്പം രണ്ടാമതും വെള്ളരി നാടകം മുക്കത്ത് വരുന്നു എന്നറിഞ്ഞപ്പോൾ മുക്കത്തെ കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ ആവേശമാണ്, നല്ല പ്രതികരണമാണുള്ളത്. ആ പരിപാടി നമുക്ക് വലിയൊരു വിജയമാക്കാൻ സാധിക്കുകയും ചെയ്യും. അടിയന്തരമായി കൃഷി ഇറക്കാനുള്ള വിത്തെറിയൽ ചടങ്ങ് നടത്തുകയാണ് വേണ്ടത്. ഉത്സവം പോലെ ആക്കണം. അതൊരു ഉത്സവമായിട്ട്, ഈ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് നമുക്കത് മാറ്റണം. അതിനെല്ലാവരുടെയും പിന്തുണയും സഹായം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സർ. സുഹൃത്തുക്കളെ, വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് കീഴ്പറമ്പിലെ അതിൻ്റെ സാരഥികൾ, മെയിൻ സാരഥികളെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവർ എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. ഇവിടെ നടത്താൻ പറ്റുന്ന എല്ലാ സംവിധാനം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. വളരെ ലളിതമായ രീതിയിൽ തന്നെ നമുക്കിവിടെ ഭംഗിയായിട്ട് ഈ പരിപാടി നടത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ വിവരം. അതുകൊണ്ട് നമ്മൾ മുക്കത്തുകാരുടെ ഒരു ഉത്സവമാക്കി ഇതിനെ മാറ്റണം. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ അത് നടക്കും. അതിനുവേണ്ടി സജീവമായി നിങ്ങളുടെ ഒക്കെ സഹായവും സഹകരണവും ഒക്കെ വേണം എന്ന് അറിയിക്കുകയാണ്.